നമസ്കാരം. മസാല ബോണ്ട് കേസിൽ തനിക്കെതിരായ സമൻസ് പിൻവലിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റിയും പറിച്ചുകൊണ്ടോടി എന്നതായിരുന്നു CPM നേതാവും മുൻമന്ത്രിയുമായ TM തോമസ് ഐസക്കിന്റെ പരിഹാസം. എന്നാൽ ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പ് പൂർണ്ണമായി വന്ന ശേഷം ഐസക്ക് പ്രതികരിച്ചതുമില്ല. കാരണം മസാല ബോണ്ട് കേസിൽ EDക്ക് നിയമപരമായ നടപടികൾ തുടരാമെന്ന് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മസാല ബോണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇറക്കിയത് അന്വേഷിക്കുന്നില്ല, അതിനാൽ ഇവിടെയും അന്വേഷിക്കരുത്. കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് EDയെ തടയണം, കേസ് റദ്ദാക്കണം എന്നാണ് ഐസക്കിന്റെ ഹർജി. അതിനാധാരമായി ED സമൻസിലെ സാങ്കേതിക പിഴവും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടെ മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കുമെതിരായ മുഴുവൻ സമൻസുകളും പിൻവലിച്ചതായി ED ഹൈക്കോടതിയെ അറിയിച്ചു. വ്യക്തിഗത വിവരങ്ങളാണ് സമൻസിലൂടെ ആവശ്യപ്പെട്ടതെന്നും നിയമവിരുദ്ധമായ സമൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് തോമസ് ഐസക്കും കിഫ്ബി ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയിലായിരുന്നു കോടതി നടപടി. സമൻസ് പിൻവലിച്ച സാഹചര്യത്തിൽ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. എന്നാൽ മസാല ബോണ്ട് കേസ് റദ്ദാക്കണമെന്ന വാദം കോടതി അംഗീകരിച്ചതുമില്ല. കിഫ്ബി ഇറക്കിയ മസാല ബോണ്ടുകളെക്കുറിച്ച് EDക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്ന വാദം മുഖവിലക്കെടുത്താലും ഈ ഫണ്ടുകളുടെ അന്തിമ ഉപയോഗത്തെക്കുറിച്ചോ ദുരുപയോഗത്തെക്കുറിച്ചോ ഏതെങ്കിലും അന്വേഷണം നടത്തുന്നത് കോടതിക്ക് തടയാനാവില്ല എന്ന് വിധിയിൽ പറയുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിലോ മതിയായ കാരണങ്ങളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ നിയമപ്രാബല്യത്തോടെ അന്വേഷണം നടത്തുന്നത് തടയാൻ ഒരു കോടതിക്കും സാധിക്കില്ല എന്നും ഹൈക്കോടതി പറയുന്നു. ഇതിനുവേണ്ടി നിഹാരിക ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡും മഹാരാഷ്ട്ര സർക്കാരും തമ്മിലുള്ള കേസിലെ സുപ്രീം കോടതി വിധിയും കോടതി ഉദ്ധരിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തെ തടസ്സപ്പെടുത്താനും വിധമുള്ള സ്റ്റേ ഉത്തരവുകൾ ഹൈക്കോടതികൾ നൽകരുതെന്നാണ് സുപ്രീം കോടതി ആ വിധിയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെയുള്ള EDയുടെ കേസ് റദ്ദാക്കണമെന്ന വാദം ഹൈക്കോടതി അംഗീകരിച്ചതുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാവ് സന്ദീപ് വാര്യർ സമൂഹമാധ്യമത്തിൽ ഇട്ട കുറിപ്പ് ഇങ്ങനെ: കുറച്ച് ദിവസമായി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, എന്നാൽ സമയമെടുത്ത് എഴുതണമെന്നതിനാൽ ഒരല്പം വൈകിപ്പോയി. മറ്റൊന്നുമല്ല, EDയെ പറ്റിച്ചു എന്ന തോമസ് ഐസക്കിന്റെ അവകാശവാദത്തെ സമ്പൂർണ്ണമായി പൊളിക്കുന്ന വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷം തോമസ് ഐസക് അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. വീരവാദങ്ങൾ മുഴുവൻ വിധിപ്പകർപ്പ് ലഭ്യമാകുന്നതിന് മുൻപായിരുന്നു. ഐസക്കിന്റെ കള്ളപ്രചാരവേലയെ ആസ്പദമാക്കിയാണ് കേരളത്തിലെ മാധ്യമങ്ങളും സൈബർ സഖാക്കളും EDയെ പറപ്പിച്ചു എന്ന് ആവർത്തിക്കുന്നത്. KJ ജേക്കബൊക്കെ എവിടെടാ ED എന്ന സ്റ്റൈലിൽ വെല്ലുവിളിച്ചിട്ടുമുണ്ട്. രുക്കോ സര വെയിറ്റ്. WPC 25774/2022 തോമസ് ഐസക് വേഴ്സസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മസാല ബോണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇറക്കിയത് അന്വേഷിക്കുന്നില്ല, അതിനാൽ ഇവിടെയും അന്വേഷിക്കരുത്. കേസ് അന്വേഷിക്കുന്നതിൽ നിന്ന് EDയെ തടയണം, കേസ് ക്വാഷ് ചെയ്യണം. ഇതായിരുന്നു ഐസക്കിന്റെ പ്രയർ. അതിനാധാരമായി ED സമൻസിലെ മുഴുവൻ സാങ്കേതിക പിഴവും അവർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ കേവലം മസാല ബോണ്ടല്ല, അതിൻ്റെ എൻഡ് യൂസ് കൂടി അന്വേഷണ വിധേയമാണ് എന്ന് ED കോടതിയെ അറിയിച്ചു. മാത്രമല്ല, വർഷങ്ങളായി പിന്തുടരുന്ന സമൻസ് ഫോർമാറ്റിലെ പിശക് മാറ്റി പുതിയ ഫോർമാറ്റിൽ ഫ്രഷ് സമൻസ് അയക്കാൻ ED പല കേസുകളിലും തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായി നിലവിലെ സമൻസ് പിൻവലിച്ചതായും ED നിലപാട് വ്യക്തമാക്കി. അതോടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തടയാൻ സാധിക്കില്ല എന്ന നിഹാരിക വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിലെ വിധിയെ ഉദ്ധരിച്ച് ഹൈക്കോടതി വ്യക്തമാക്കി. അതായത് തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന തോമസ് ഐസക്കിന്റെ വാദം അംഗീകരിക്കപ്പെട്ടില്ല. ഹൈക്കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ താഴെ കൊടുക്കുന്നു. KJ ജേക്കബിനോടാണ് വെറുതെ ഇരിക്കുന്ന EDയെ ചൊറിഞ്ഞ് വരാനിരിക്കുന്ന ഫ്രഷ് സമൻസ് നേരത്തെ ആക്കി കൊടുക്കരുത്. ഇത് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ചിത്രങ്ങളും സന്ദീപ് വാര്യർ പങ്കുവയ്ക്കുന്നു. തോമസ് ഐസക് ഇങ്ങനെയാണ് കുറിപ്പിട്ടത്: എനിക്കെതിരായ സമൻസ് ED നിരുപാധികം പിൻവലിച്ചു, കുറ്റിയും പറിച്ചുകൊണ്ട് ഓടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരു അഭ്യാസം. തങ്ങളുടെ കയ്യിൽ ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കിയതാ, കോടതി ചെവി കൊടുത്തില്ല. തെളിവുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുക എന്നായി കോടതി. എനിക്കും അതിനോട് വിരോധമില്ല. എൻ്റെ റിട്ട് എനിക്കെതിരായി ഒരു അന്വേഷണവും പാടില്ല എന്നല്ല, ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം, അതായത് റോവിംഗ് ആൻഡ് ഫിഷിംഗ് എക്സ്പെഡിഷൻ പറ്റില്ല എന്നായിരുന്നു വാദം. അതും കോടതി അടിവരയിട്ട് അംഗീകരിച്ചു. വിദേശ വിനിമയ നിയമം ലംഘിച്ചെന്നോ കള്ളപ്പണം വെളുപ്പിച്ചെന്നോ വല്ല തെളിവും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തോളൂ. വിദേശ വിനിമയ നിയമത്തിൻ്റെ, അതായത് ഫെമയുടെ നടത്തിപ്പുകാർ റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ കോടതിയിൽ വിളിപ്പിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. 6 മാസം സമയമെടുത്തെങ്കിലും റിസർവ് ബാങ്ക് വന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ? റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയത്. ആ പണം എന്തിനു വിനിയോഗിച്ചു എന്നത് മാസാമാസം കിഫ്ബി റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറ്റവും അവർ കണ്ടിട്ടില്ല. ഇതുമായി നേരിട്ട് ബന്ധപ്പെടാത്ത മറ്റെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് റിസർവ് ബാങ്കിന് ഉത്തരവാദിത്വമില്ല. എന്തായാലും ഫെമ നിയമലംഘനവാദം പൊളിഞ്ഞു. പിന്നെ എന്ത് ഫെമ കേസ്?
എന്തിനായിരുന്നു ഇ ഡിയുടെ ഈ പണിയൊക്കെ? ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാർ പറഞ്ഞിട്ട് 10,000 കോടിയുടെ ഏർപ്പാടല്ലേ, ഒന്ന് തപ്പിയാൽ എന്തെങ്കിലും തടയാതിരിക്കില്ല. ഡൽഹിയിലെ യജമാനന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെയൊരു ചിന്ത സ്വാഭാവികം. ഇനി അഴിമതിയൊന്നുമില്ലെങ്കിലും കേരള വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയെ അവർക്ക് തകർക്കണം. ആരൊക്കെയാണ് കിഫ്ബിയിൽ അന്വേഷിക്കാൻ വന്നത്? C&AG വന്നു. കിഫ്ബിയുടെ വായ്പ ഓഫ് ബജറ്റ് ബൊറോയിങ് ആണെന്ന വിധിയും പ്രസ്താവിച്ചു. ഇതേ C&AG കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബജറ്റ് ബോറോയിങ് കേന്ദ്ര സർക്കാർ സമ്മതിച്ചതിൻ്റെ ഇരട്ടി, അതായത് ഏതാണ്ട് 4.5 ലക്ഷം വരുമെന്ന് അതേ വർഷം തന്നെ റിപ്പോർട്ട് എഴുതിയവരാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ വായ്പ അവരുടെ കടത്തിൽ ഉൾപ്പെടുത്തേണ്ട, കേരളത്തിൻ്റേത് ഉൾപ്പെടുത്തിയേ തീരൂ. ഈ തർക്കം ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. C&AGക്കാർ തുടർന്ന് ഇൻകം ടാക്സുകാർ വന്നു. കിഫ്ബി നികുതി അടച്ചില്ല എന്നായിരുന്നു കേസ്. കിഫ്ബി അല്ല, പ്രോജക്റ്റ് ടെൻഡർ വിളിക്കുന്ന SPVകളാണ് നികുതി അടച്ചിട്ടുള്ളത്. ഈ നികുതി പ്രത്യേകം കാണിച്ചിട്ടാണ് കിഫ്ബി അവർക്ക് പണം നൽകിയിട്ടുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് തരാം, നിങ്ങൾ സൗകര്യപൂർവ്വം എന്തു രേഖയും പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ ചെവികൊണ്ടില്ല. 15 അംഗ സംഘം ഒരു പകൽ മുഴുവൻ മാധ്യമങ്ങളെ സാക്ഷി നിർത്തി ജീവനക്കാരെ ബന്ദോബസ്താക്കി പരിശോധന നടത്തി. അടുത്തത് ഇ ഡിയുടെ ഊഴമായിരുന്നു. ആദ്യം ഉദ്യോഗസ്ഥരെയാണ് വിളിപ്പിച്ചത്. ഒരു തവണയല്ല, ഏതാണ്ട് എല്ലാ മാസവും ഓരോ തവണയും മാധ്യമ ആഘോഷം. ഒരു തവണ വനിതാ ഓഫീസറോട് അപമര്യാദയായി പെരുമാറി. ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുക. എന്തെങ്കിലും അറിയാനല്ല, അന്വേഷണം നീട്ടിവലിച്ച് നല്ലൊരു ധനകാര്യ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമം. പിന്നെയാണ് എന്നെ വിളിപ്പിച്ചത്. എന്തെങ്കിലും കുറ്റം പോലും ആരോപിക്കാതെ എൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമൻസ് സ്റ്റേ ചെയ്തുകൊണ്ട് ലളിതമായൊരു ചോദ്യം ഇ ഡിയോട് ചോദിച്ചു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം? 1.5 വർഷമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല. റിസർവ് ബാങ്കിൻ്റെ മൊഴി കൂടിയായപ്പോൾ കേസിൻ്റെ കഥ തീർന്നതാണ്. എന്നാൽ മുഖം രക്ഷിക്കാനുള്ള അഭ്യാസങ്ങളുമായി പിന്നെയും കുറേ മാസങ്ങൾ വലിച്ചു നീട്ടി. ഒടുവിൽ കഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഇ ഡിക്ക് അന്വേഷിക്കാമല്ലോ, നിശ്ചയമായിട്ടും. പക്ഷേ എന്തെങ്കിലും തെളിവുമായിട്ടേ എന്നെ വിളിപ്പിക്കാൻ കഴിയും, അല്ലാത്ത പക്ഷം ഞാൻ വീണ്ടും കോടതിയെ സമീപിക്കും എന്നായിരുന്നു TM തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ കോടതിയുടെ സമ്പൂർണ്ണ വിധി പുറത്തു വന്ന ശേഷം TM തോമസ് ഐസക്ക് ഒരു ഇടത്തിലും പ്രതികരിച്ചതായി കണ്ടിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. എന്തായാലും മസാല ബോണ്ടും വിദേശ വിനിമയ നിയമലംഘനങ്ങളും അതുപോലെ കിഫ്ബി ഉദ്യോഗസ്ഥരും ഇ ഡിയുമൊക്കെ പുതിയ അന്വേഷണ തലങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം.